ഇതിഹാസത്തെ നിർവഹിച്ചപ്പോൾ അതിലുള്ള ധർമ്മസങ്കല്പവും അർത്ഥസങ്കല്പവും കാമസങ്കല്പവും മോക്ഷസങ്കല്പവും ഒക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന് പറഞ്ഞു. ഈ കാമസങ്കല്പമൊക്കെ നമ്മൾ പലപ്പോഴും ലൈംഗിക കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെടുത്തി കാണുന്നൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു പരിമിതമായ കാഴ്ചപ്പാടാണ് ആ കാര്യത്തിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സംബന്ധിച്ച് എന്താണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൻ്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ആകർഷിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ നേരെയെല്ലാം നമുക്ക് കാമം ഉണ്ടാകും. അപ്പോൾ കാമസങ്കല്പങ്ങളിൽ വളരെ അപ്രധാനമായ ഒന്ന് മാത്രമാണ് ലൈംഗിക സങ്കല്പം. ഇപ്പോൾ കാമമെന്നത് മനുഷ്യന് വേണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതിക സമ്പത്തുകൾക്കും കൂടി പറയുന്ന പേരാണ് കാമം. ഇപ്പോൾ ഒരുത്തൻ കാമിയാണ് എന്ന് പറഞ്ഞാൽ അവൻ ലൗകിക ജീവിതം നയിക്കുന്നവനാണ്, ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യമില്ല എന്നാണ്. ഒരുത്തൻ കാമിയാണെന്ന് പറഞ്ഞ് അർത്ഥം അവൻ പരമമായ സ്വാർത്ഥതയുള്ളവനാണ്, അവൻ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സന്നദ്ധനല്ലെന്നാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സന്നദ്ധനല്ല, ധനികർക്ക് വേണ്ടി പോലും സേവനങ്ങൾ ചെയ്യാൻ സന്നദ്ധനല്ല. ആർക്കും സേവനം ചെയ്യാതെ പ്രപഞ്ചത്തിൻ്റെ സമ്പത്ത് മുഴുവനും തൻ്റെ അധീനതയിൽ വരണം എന്ന് ചിന്തിക്കുന്നവനാണ് കാമി. അപ്പോൾ കാമത്തിൻ്റെ എതിരായിട്ട് പ്രയോഗിക്കാവുന്ന പദം ത്യാഗമാണ്. അപ്പോൾ തീരെ ത്യാഗമില്ലാത്ത വ്യക്തിയാണ് കാമി എന്ന് പറയാവുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ ഹിറ്റ്ലർ ഒരു കാമിയാണ്, മുസോലിനി ഒരു കാമിയാണ്, നെപ്പോളിയൻ ഒരു കാമിയാണ്, സാമ്രാജ്യമോഹമുള്ളവരെല്ലാം കാമികളാണ്, സമ്പത്തുകളെല്ലാം തൻ്റെ കീഴിൽ വരണമെന്ന് വിചാരിക്കുന്നവരെല്ലാം കാമികളാണ്, ഭരണം മുഴുവനും തൻ്റെ കീഴിലാകണമെന്ന് വിചാരിക്കുന്നവരെല്ലാം കാമികളാണ്, ജനങ്ങൾ മുഴുവൻ താൻ പറയുന്നത് അനുസരിക്കണമെന്ന് വിചാരിക്കുന്നവരെല്ലാം കാമികളാണ്. അപ്പോൾ ഈ അടക്കി ഭരിപ്പുകാരെല്ലാം കാമികളാണ്. എവിടെ മനുഷ്യൻ്റെ അവകാശം ധ്വംസിക്കപ്പെടുന്നുണ്ടോ അവിടെ കാമത്തിൻ്റെ വിളയാട്ടമാണ് നാം കാണുന്നത്. അതാണ് കാമം എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം. കാമശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ലൈംഗിക ശാസ്ത്രം എന്നല്ല അതിനർത്ഥം. കാമശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പരിമിതമായി ജീവിച്ചിരിക്കുന്നതിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മാത്രമുള്ള വസ്തുക്കൾ സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചാൽ അവൻ നമ്മുടെ കാമസങ്കല്പം അനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവനായി. ഭഗവത്ഗീതയിൽ പറയും, ധർമാവിരുദ്ധേഷു ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ ഉള്ള കാമങ്ങളെല്ലാം എൻ്റെ തന്നെ അവതാരമാണ്. അങ്ങനത്തെ കാമം അല്ലേ അർജുന നിനക്ക് അനുഭവിക്കാം, അതെല്ലാ വ്യക്തിക്കും അനുഭവിക്കാം. കാമത്തെ നിഷേധിച്ചിട്ടില്ല, കാമം ഒരു പാപമാണെന്ന് പറഞ്ഞിട്ടില്ല. ആവശ്യമുള്ള കാമം പരിമിതമായ വിധത്തിൽ മനുഷ്യൻ കാമം അനുഭവിച്ചില്ലെങ്കിൽ ആ കാമത്തെ സമ്മർദ്ദിച്ച് ഒതുക്കുന്നത്, കാമത്തെ അനിയന്ത്രിതമായി നിയന്ത്രിക്കുന്നത്, കാമത്തെ അനുഭവിക്കാതിരിക്കുന്നത് മനുഷ്യനെ മാനസിക രോഗിയാക്കി മാറ്റും എന്നാണ് ആധുനിക സൈക്യാട്രിസ്റ്റ്, സൈക്കോതെറാപ്പി തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ കാമത്തെ ഒരു വ്യക്തിയുടെ ആവശ്യത്തിൻ്റെ പരിമിതിയിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് അനുഭവിക്കണം എന്നാണ് വ്യാസൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒതുക്കി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് വിരുദ്ധമല്ലാത്ത തരത്തിൽ കാമം അനുഭവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിധികളുണ്ട്, നിയമങ്ങളുണ്ട് സനാതനധർമ്മത്തിൽ. അതാണ് കാമശാസ്ത്രം. അതായത് ധർമാർത്ഥ കാമ മോക്ഷസങ്കല്പം. ഇതിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. കാമത്തിന് വിധേയനാവുകയില്ല, അർത്ഥത്തിന് വിധേയനാവുകയില്ല, ധർമ്മത്തിന് തന്നെ കാലികമായ ധർമ്മത്തിന് വിധേയനാവുകയില്ല, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ബന്ധത്തിന് വിധേയനാവുകയില്ല, കുടുംബ ബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല, രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല, മറ്റു തരത്തിലുള്ള രക്തബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല, സുഹൃത്ത് ബന്ധങ്ങൾക്ക് വിധേയനാവുകയില്ല. ഒരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും വിധേയനാവാതെ ജീവിച്ചിരുന്നു കൊണ്ട് ലോകസംഗ്രഹം നടത്തുന്ന, ലോകസംഗ്രഹം എന്ന് വെച്ചാൽ ലോകസേവനമാണ്, ലോകസേവനം നടത്തുന്ന അവസ്ഥയിലേക്ക് ഒരാൾ പുരോഗമിച്ചെത്തുമ്പോഴുള്ള അയാളുടെ ആ സവിശേഷമായ അവസ്ഥയ്ക്കുള്ള പേരാണ് മോക്ഷം. അല്ലാതെ മരിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടുന്നത് മാത്രമല്ല മോക്ഷം, അതും മോക്ഷമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരാളുടെ